ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുപള്ളി. ഇന്ന് നമ്മൾ കൊച്ചിക്ക് പോവാണ്. കൊച്ചിയിലൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ കാലത്ത് തന്നെ അമ്മയും ഉണ്ണിയും അമ്പലത്തിൽ പോകായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ബൈക്കിലാണ് പോണത്. കൊച്ചിക്ക് പോണത് നമ്മൾ ട്രെയിനിലാണ്. ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒല്ലൂരാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ 20 രൂപയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ചെന്ന് ഒരു ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ ആൾക്കാരൊന്നുമില്ല. കാലത്തായ കാരണം ആൾക്കാർ ഇപ്പോൾ കുറവായിരുന്നു. നല്ല ടെൻഷനുണ്ട്, കാരണം ഒറ്റയ്ക്കൊന്നും നമ്മൾ ട്രെയിനിലൊന്നും ആരും കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങടാന്ന് കയറണ്ടെന്നൊരു ഡൗട്ട്. അപ്പോൾ നമ്മൾ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, വലത്തോട്ട് പോകുന്നുണ്ട്, കുറേ പേര് ഇടത്തോട്ട് പോകുന്നുണ്ട്. ശരിക്കും എവിടെ നിന്ന് കയറേണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഗായ്സ്? എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. നമ്മുടെ ട്രെയിൻ 7:30 ഒല്ലൂർ എത്താൻ, നേരെ എടപ്പള്ളി. നമ്മളപ്പോൾ കയറിയത് സെക്കൻഡ് ക്ലാസ് ട്രെയിനിലായിരുന്നു. അപ്പോൾ പേരൊന്നും ഓർമ്മയില്ല, സെക്കൻഡ് ക്ലാസ് ആണെന്ന് മനസ്സിലായി. ആദ്യം തന്നെ ട്രെയിൻ കയറിപ്പോയി ഇവിടെ കയറണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ സീറ്റ് കിട്ടാൻ പോയി. ഉള്ളിലിപ്പോൾ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. നേരെ തൊട്ടപ്പുറത്ത് ഫാമിലി ഉണ്ടായിരുന്നു, അവർ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അവർ ഉണ്ണിയോളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ആൾക്കാർ കൂടി വരാം. അങ്ങനെ ചാലക്കുടി എത്തിയപ്പോഴാണ് ഫ്രണ്ടിൽ ചേച്ചിമാർ വന്ന് ഫുള്ളായി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സീറ്റ് കൊടുത്തു. ഞാൻ പിന്നെ കുറച്ച് പ്രകൃതി വാങ്ങി അപ്പുറം ഇപ്പുറത്തെ. ഏത് ട്രെയിനല്ലേ, നമ്മളപ്പോൾ സ്ഥലം എത്താറായി. നമ്മൾ നേരെ ഇപ്പോൾ എടപ്പള്ളിയിൽ ഇറങ്ങി. എടപ്പള്ളി സ്റ്റേഷനിൽ കണ്ടു. പിന്നെ നമുക്ക് നടക്കാണ്ട് കുറച്ച് ഒരു 2 കിലോമീറ്റർ നടക്കാണ്ട്, കാരണം നമ്മൾ പോകുന്ന സ്ഥലം അമൃത ഫാർമസി കോളേജിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒന്നിങ്ങനെ നടക്കാം, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച്. അപ്പോൾ നമ്മൾ നടക്കാനാണ് കൂടുതൽ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു അമ്പലം. നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോയി. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് റൈറ്റ് കട്ട് ചെയ്ത് നമ്മൾ അമൃത ഹോസ്പിറ്റൽ കാണും. അമൃത ഹോസ്പിറ്റലിനുള്ളിലാണ് ഈ അമൃത ഫാർമസി കോളേജും MBA ബ്ലോക്കൊക്കെ വരുന്നത്. MBA എല്ലാ കോളേജും ഉണ്ട്. അപ്പോൾ നമ്മൾ നടപ്പ് തുടങ്ങി. അവിടെ കുറേ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. അങ്ങനെ നമ്മൾ നേരെ എൻട്രൻസിലെത്താറായി. ഉള്ളിൽ അവിടെ ബാസ്കറ്റ് ബോൾ. നേരെ ലിഫ്റ്റ് കയറി. 4 നിലയുള്ള കാരണം നമ്മൾ ലിഫ്റ്റ് കയറി. നമ്മൾ കുറച്ച് നേരത്തെ കാരണം പരിപാടി വേഗം തുടങ്ങി. നമ്മളായിരുന്നു ലാസ്റ്റ് വന്നത്, അതായത് കുഴപ്പമില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് ചായ തന്നു. അപ്പോൾ ഞാൻ കാലത്ത് ചായ കുടിക്കാത്ത കാരണം ഞാൻ വ്യൂ ഒക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഐസ് ബ്രേക്കിംഗ് സാറിൻ്റെ വക ഇൻസ്ട്രക്ഷൻ. എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ, അതിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ എല്ലാ കോളേജുകാർക്കും ഓരോ ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങളുടെ പരിപാടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യണം. ഞങ്ങളുടെ ടോപ്പിക് ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഓഫ് എംപവറിംഗിലുള്ള ഒരു ആർട്ടാണ്. അത് ഒരു റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുക. അങ്ങനെ അത് ഒരു ലീഡർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുക. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കുറയും. അപ്പോൾ പ്രഷർ കുറയലാണ്. ഇത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒക്കെ ഈ ഡെലിഗേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല ലീഡർ ആകുമ്പം നന്നായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. അതൊക്കെയാണ് ഡെലിഗേഷൻ്റെ ഇതായിട്ട്. അപ്പോൾ പ്രഷർ കുറയുമ്പം നെക്സ്റ്റ് അപ്പോൾ ഞാനാണ് പറയേണ്ടത്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഒരു ടീമിന് നമുക്ക് 5 മിനിറ്റാണ് തന്നിരിക്കണം ടൈം. അപ്പോൾ ഒരാൾ 2.5 മിനിറ്റ്, മറ്റാൾ 2.5 മിനിറ്റ്, അങ്ങനെയായിരുന്നു നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ 1 മിനിറ്റ് 3 സെക്കൻഡൊക്കെ ആയി. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രേറ്റിക് ആണ്. ഓട്ടോക്രേറ്റിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ട് എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്. പിന്നെ ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒരേപോലെ എല്ലാവർക്കും. എന്തിനാണ് നമ്മൾ ഈ സെൽഫ് ഡൗട്ട് അടിക്കുന്നത്? ആ കയ്യൊന്ന് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു ടീം വേണം. നമ്മുടെ ടീമിന് ഒരു ഹെഡ് വേണം. ഹെഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും കളി രക്ഷപ്പെടില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ഫുട്ബോൾ ടീമിന് 11 പേര് ഒരുമിച്ച് കളിച്ചാലാ നമുക്കൊരു ടീം ജയിക്കാൻ പറ്റും. അതായത് ഒരു മെസ്സി ഉണ്ടായി, ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായി, അങ്ങനെ ജയിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കളി 2 കളിക്ക് വേണമെങ്കിൽ ജയിക്കാം. അത് ജസ്റ്റ് ബാക്കി 11 പേരുടെ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോബ്, ഒരു വർക്ക് എന്തെങ്കിലും ചെയ്താൽ നമുക്കത് ഇന്ന പോലെ നമ്മൾ കൊടുക്കണം. ഓരോരുത്തർക്ക് ഓരോ ജോലി. ഇപ്പോൾ ഫുട്ബോൾ വെച്ചാൽ നമ്മൾ ഒരു ഗോളിക്ക് വെച്ചാൽ ഒരു ഗോളി കൊടുക്കണം. ഒരു ഗോളിയുടെ പൊസിഷൻ എന്താണ് മെയിനായിട്ട് കാവൽ, സേവ് ചെയ്യണം. പിന്നെ പെനൽറ്റി വന്നാൽ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് നമ്മൾ ചെയ്യാം. സ്ട്രൈക്കർ വെച്ചാൽ ഗോൾ അടിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ജോലി ആയാലും നമ്മൾ കൂടുതൽ ആൾക്കാർ വന്നാലാ നമുക്ക് എളുപ്പമുള്ളൂ. ഇപ്പൊ എന്ത് ജോലിയും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ വേഗം തീരും. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോയി വെച്ചാൽ എന്തിനാ ചെയ്യണ, വെറുതെ വന്നു, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ എന്തും പറ്റും. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെയും അതൊക്കെ രീതിയിൽ ബാധിക്കും. നെക്സ്റ്റ് ഉച്ചയാവാറായി. അപ്പോൾ നമുക്ക് വയറിന് വിശപ്പ് വന്നു. നേരെ നമ്മൾ ലിഫ്റ്റ് വഴി അടിക്ക് വന്നപ്പോൾ നമുക്ക് കൂപ്പൺ കിട്ടി. കാരണം കൂപ്പൺ കിട്ടിയാൽ മാത്രമാണ് അവിടുത്തെ ഹോസ്റ്റലിലത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലഞ്ച് കൂപ്പൺ നമ്മൾ കയ്യിൽ വെച്ച് നേരെ ഇതാണ് നമ്മുടെ അവിടുത്തെ ഹോസ്റ്റൽ മെസ് ഫുഡാണ് നമുക്ക് അവിടെ ഓർഡർ ചെയ്തത്. റൈസും സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കഴിച്ചു. ഇതാണ് നമ്മുടെ 3 സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഉള്ളിന് നല്ല സെറ്റപ്പാണ്, ഇവർ നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നതും പോകുന്നതും അവരുടെ തന്നെ ഒരു ബസ്സിലാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഓരോരുത്തർ ഓരോ ടീമായിട്ട് 2 ടീമായിട്ട് അവർ പ്രസൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റഗ്രിറ്റി, സത്യസന്ധത. നമ്മൾ എപ്പോഴും ഒരു ലീഡർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും മെയിനായിട്ട് നോക്കുക? നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ഇനി പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ അതൊരു കൊളാബറേഷന്റെ ഒരു ടീം വർക്കിൽ വരുന്ന സംഭവമാണ്. സോ എന്താണ് പ്രോത്സാഹനം പറഞ്ഞ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ആ റിസർച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. സോ നമ്മൾ വൺ ഡേ വി കെയിം ടു റിയലൈസേഷൻ ഒരാൾക്ക് ഉണ്ടാവേണ്ടതാണ് ട്രസ്റ്റ് വർത്തിനെസ്. അത് എങ്ങനെ ബിൽഡ് ചെയ്യാം? ഹൗ ക്യാൻ ബി എ ഗുഡ് ലീഡർ, ട്രസ്റ്റ് വർത്തി ലീഡർ? അതിന് ഫസ്റ്റ് വേണ്ടത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. അത് എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്തിട്ടായിരിക്കുന്നത്. സോ വെദർ ഇറ്റ് ഈസ് എ സ്മോൾ ഓർ ബിഗ് ഡസൻറ്റ് മാറ്റർ. സോ ലൈഫ് ഈസ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് അല്ലേ? ഒരു ട്രൂ ലീഡർ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി എനിക്കൊന്നും ഇല്ല പഠിക്കാൻ. അങ്ങനെ ഒരിക്കലും ആ ഒരു കരയണം. നിങ്ങളോട് കരയണ്ടെന്ന് ആരാ പറഞ്ഞേ? നിങ്ങളൊന്ന് കരഞ്ഞു നോക്കിയേ, നിങ്ങളുടെ പകുതി സങ്കടം മാറും. അഡ്വാൻസ് നെക്സ്റ്റ് വേ ടു ഷെയർ, നെക്സ്റ്റ് വേ ടു നിങ്ങളുടെ സങ്കടം കുറയ്ക്കാൻ ഷെയർ. ഷെയർ ചെയ്യണമെങ്കിൽ ആരുണ്ടാവണം? ഫ്രണ്ട്സ്. അടുത്തത് ലാസ്റ്റ് ഒരു ടാസ്ക് തന്നു. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം കോളേജിൽ, നാട്ടിൽ, പിന്നെ ഒരു പ്രോഗ്രാം നടത്താൻ, അങ്ങനെയൊക്കെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാർട്ടും എഴുത്തും ചെയ്തു ടീമായിട്ട്. നമുക്ക് എന്ത് സെപ്റ്റംബറിൽ പ്ലാൻ ചെയ്യാന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ കുറെ അതൊക്കെ അതും ഇതുമൊക്കെ യോജിപ്പിച്ചിട്ട് ലൈക്ക് IPN, IDC. പിന്നെ നമ്മൾ പല സമയത്തായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ വെക്കാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരു കോളേജ് വൈസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വൈസ്. ടീ ടൈം നമുക്ക് നല്ല കേക്ക് കിട്ടി. ഞാൻ ചായ കുടിക്കാത്ത കാരണം ബാക്കിയൊക്കെ വീഡിയോ എടുത്തു. നെക്സ്റ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ പരിപാടിയായിരുന്നു. സർട്ടിഫിക്കറ്റും വിത്ത് 1 ബുക്കും MP ജോസ് സാറിൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്.
നമ്മൾ അമൃത കോളേജിന് ടാറ്റ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ നടന്നു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു 20 രൂപ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറം വെറുതെ അങ്ങോട്ട് നടന്നു. സമയം 6 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരാം. അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ നമുക്ക് എവിടെ കയറാമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നേരെ ചെന്നു. സീറ്റൊന്നും കിട്ടിയില്ല. കുറേ നേരം നിന്ന് അവസാനം നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അവസാനം നമ്മൾ ഒരു ഇരിങ്ങാലക്കുടയൊക്കെ എത്തിയപ്പോഴാണ് നമുക്കൊരു സീറ്റ് കിട്ടിയത്. കൊള്ളായിരുന്നു ട്രെയിൻ ടിക്കറ്റ്. തൊട്ടപ്പുറത്ത് തന്നെ വുമൻസിൻ്റെ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്.